ലോകത്തിൻ്റെ വ്യവസായ സമൂഹം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ചുരുങ്ങിയ ഒരു 48 മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയത്. നമ്മുടെ മുഖ്യമന്ത്രി ഇച്ഛാശക്തിയോടുകൂടി മുഖ്യമന്ത്രി ആ 48 മണിക്കൂറും നിക്ഷേപക സംഗമ വേദിയിലുണ്ടായിരുന്നു. എല്ലാ നിക്ഷേപകരുമായി സംസാരിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. എല്ലാ എതിർപ്പുകളും മാറ്റിവെച്ച സംസ്ഥാന സർക്കാർ ഏത് രീതിയിലാണോ നിക്ഷേപ ഉച്ചകോടി വിഭാവനം ചെയ്തിരിക്കുന്നത്, കേരളത്തിൻ്റെ വ്യവസായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ മെച്ചപ്പെട്ട വ്യവസായ സൗഹൃദം അന്തരീക്ഷം ഒരുക്കുന്നത്, അതിനോട് കൈകോർത്ത് പിടിക്കാൻ ഒരുങ്ങുന്ന പ്രതിപക്ഷം, അത്തരത്തിൽ മനോഹരമായ കാഴ്ച. എന്തായിരുന്നു ആഗോള ഉച്ചകോടിയുടെ ഭംഗി എന്ന് പറയുന്നത്? ഇതായിരുന്നു അതിൻ്റെ ഒരു ഭംഗി. ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞാൽ മനോഹരമായ 48 മണിക്കൂറുകൾ. വ്യവസായ ലോകത്തിൻ്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കേരളത്തെ ഒരു വികസന ഹബ്ബാക്കി മാറ്റാൻ, ഇൻഡസ്ട്രീസ് മാത്രമല്ല, വ്യവസായ ലോകം മാത്രമല്ല, ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും നിരവധി ഐഡിയകൾ, നിരവധി മുന്നോട്ടുള്ള നിലവിൽ പോകുന്ന നിക്ഷേപങ്ങൾക്കായാലും മുന്നോട്ടുള്ള ആ നിക്ഷേപങ്ങളുടെ വിപുലീകരണത്തിനായാലും സാധ്യമാകുന്ന എല്ലാ അന്തരീക്ഷവും ഒരുക്കി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സർക്കാർ, അവിടേക്ക് നിക്ഷേപങ്ങളുമായി എത്തുന്ന കുറേ നിക്ഷേപകർ. 500 കോടി മുതൽ 30,000 കോടി വരെയുള്ള പദ്ധതികളാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. നോക്കൂ, 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവസാന ദിവസമായപ്പോഴേക്കും, അവസാന സമയമാകുമ്പോഴേക്കും പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സാലി, ഗുഡ് മോർണിംഗ്. വിനീഷ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. തിരികെ എത്തി ഞാൻ തിരുവനന്തപുരത്ത്. യെസ്, വെരി ഗുഡ്. അതായത് ഇന്നലെ കണ്ടതാണല്ലോ, 2 ദിവസം കൊണ്ട് എത്രമാത്രം കണ്ണിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പോകുന്നില്ല. നേരിട്ട് കണ്ടു, ഭാഗവാക്കായി. അതെ, ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് എനിക്ക് മതിയാകുന്നില്ല. അപ്പോഴാണ് PCR പറയുന്നത് സാലി മുഹമ്മദ് ഉണ്ട്, സാലി മുഹമ്മദിലേക്ക് പോകുമെന്ന്. അത് നമ്മുടെ മാത്രം ഒരു ഫീൽ അല്ലത്. ഇത് കണ്ടവർ, പങ്കെടുത്തവർ, നേരിട്ട് കണ്ടവർ, കണ്ടറിഞ്ഞവർ, കേട്ടറിഞ്ഞവർ, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞവർ എല്ലാവരും അതേ ഒരു പ്രൗഡിലും ഫീലിലുമാണ് ഇന്ന് നിൽക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നമ്മൾ, സർക്കാരും കേരളവും കേരള സമൂഹവും എല്ലാവരും ചേർന്ന് പ്രതീക്ഷിച്ചതിനപ്പുറം നിക്ഷേപ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തു വന്ന വിവരം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. അതൊരു മാന്ത്രിക സംഖ്യയാണ്. 1,52,905 കോടി. ഏറ്റവും പെട്ടെന്ന് അങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിൽ എല്ലാ തരത്തിലും നടപ്പാക്കേണ്ട പദ്ധതികൾ. അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് തൊഴിൽ കിട്ടും, അവർ പുറത്തു പോകുന്ന ഒഴിവാക്കാം, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ തന്നെ സംഘടിപ്പിക്കാൻ നേടാം, നല്ല ജീവിത സാഹചര്യങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട സ്കാൻഡിനേവിയൻ ശൈലിയിലേക്ക്, അതിനേക്കാൾ ഉയർന്ന ശൈലിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മികച്ച രീതിയിൽ ജീവിക്കാം. അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളുടെ ഭാഗമാണ്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്ന വസ്തുത നമ്മൾ നേരിൽ കണ്ട ദിവസങ്ങളാണ് 2 ദിവസം കടന്നുപോയത്. അപ്പോൾ ഇനി പബ്ലിക്കിന് അറിയേണ്ടത് ഇതിൻ്റെ ഔട്ട്കം എന്താണ്. അതായത് 1,52,905 കോടി, 374 നിക്ഷേപകർ, എന്തൊക്കെയാണ് പദ്ധതികൾ, ഇനി അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എന്ത് പ്ലാനാണ് സർക്കാരിൻ്റെ കൈവശമുള്ളത്. നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അത് മുമ്പൊക്കെ ചില അനുഭവങ്ങൾ അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് പ്രതിസന്ധി. കാരണം ചില പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് തുടർന്ന് ഒന്നും സംഘടിപ്പിക്കാൻ കഴിയാതെ പോയ ചില ഇത്തരം സമിറ്റുകളുണ്ട്. അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ആളുകൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പ്ലാൻ? അതിന് കൃത്യമായ പ്ലാൻ സർക്കാരിനുണ്ട്. അത് നടത്തിപ്പിൽ കാണിച്ച ആർജവും ഊർജവും ഈ തുടർ നടപടികളിലും സർക്കാർ കാണിക്കും എന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് വേദിയിൽ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചത്. അതെങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ പദ്ധതികൾ തരംതിരിക്കുക, ആ തരംതിരിക്കുമ്പോൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉടനെ നടപ്പാക്കേണ്ടത്, 1 വർഷം നടപ്പിലാക്കേണ്ടത്, 2 വർഷത്തിനുള്ളിൽ നടപ്പാക്കേണ്ടവ, ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടവ, 50 കോടിയുടെ മുതൽ മുടക്കുള്ളവ, 100 കോടിയുടെ മുതൽ മുടക്കുള്ളവ, 500 കോടിയുടെ മുതൽ മുടക്കുള്ളവ, 1000 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ളവ, നിലനിൽക്കുന്നതിൻ്റെ എക്സ്റ്റൻഷൻ ആണെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ്, പുതിയ സംരംഭമാണെങ്കിൽ അതിന് സ്ഥലമടക്കമുള്ള സംവിധാനങ്ങൾ, അതൊക്കെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് സർക്കാർ. ഇതിനകം തന്നെ അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇനി ആ ക്ലാസിഫിക്കേഷൻ മാത്രമല്ല, തരംതിരിക്കൽ മാത്രമല്ല, അതിൻ്റെ മോണിറ്ററിങ്ങും ഉണ്ട്. ആരാ മോണിറ്റർ ചെയ്യുന്നത്? മുഖ്യമന്ത്രി നേരിട്ട് റിവ്യൂ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഇടവേളകളിലായി കൃത്യമായി നടന്നു പോകും. വ്യവസായ മന്ത്രി നേരിട്ട് ഇതിനെല്ലാം നേതൃത്വം നൽകും. ചീഫ് സെക്രട്ടറിയും വ്യവസായ വകുപ്പ് മുനിസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദം അവർക്കൊപ്പം നിൽക്കും. അതാണ് ഒരു വലിയ സങ്കല്പമാണ് നമ്മുടെ മുന്നിൽ. ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ഇച്ഛാശക്തിയോടെ പോരാടുക തന്നെ ചെയ്യും എന്നാണ് മന്ത്രി പി രാജീവ് നമുക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലും
വേദിയിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചതിലും ഒക്കെ പറഞ്ഞത്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. കാരണം ഇവർക്ക്, ഈ മുഖ്യമന്ത്രിക്ക്, ഈ മന്ത്രിമാർക്ക്, ഈ സർക്കാർ സംവിധാനത്തിനും, ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും അത് സാധിക്കും എന്ന് ഈ ഉച്ചകോടിയുടെ ഒരുക്കങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലായതാണ്. ആ ഒരുക്കങ്ങൾ ഈ വിജയത്തിലേക്ക് എത്തിയത് വെറുതെ ആരെങ്കിലും വ്യവസായ വകുപ്പിന് താലത്തിൽ കൊണ്ടുവച്ച് നൽകിയ വിജയമല്ല. കഴിഞ്ഞ 2, 3, 4 വർഷങ്ങളായി ഈ മന്ത്രിയും, ഈ മുഖ്യമന്ത്രിയും, ഈ മന്ത്രിമാരും, ഈ ഉദ്യോഗസ്ഥ വൃന്ദവും അഹോരാത്രം പണിയെടുത്താണ് ഈ ആളുകളെ മുഴുവൻ. ആഗോള നിക്ഷേപകരാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ സമ്പന്നരായ ആളുകളാണ്. അവരെ ഇവിടെ എത്തിച്ചു. അതിന് മുന്നോടിയായി നമ്മൾ വിവിധ നഗരങ്ങളിൽ ഇന്ത്യയിൽ റോഡ് ഷോ നടത്തി. ദാവോസിലടക്കം ഉച്ചകോടിയിൽ വ്യവസായ മന്ത്രി നേരിട്ട് പോയി പങ്കെടുത്ത് അവരുമായി സംസാരിച്ചു. അപ്പോൾ അതിനടക്കം ഒട്ടേറെ പരിപാടികൾ, AI കോൺക്ലേവ് ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ കോൺക്ലേവുകൾ ഒരുക്കി. അതെല്ലാം ചേർത്ത് നമ്മൾ ഒരു ഔട്ട്കമാണ് ഇന്നലെ കണ്ടത്, ഇന്നലെയും ഇനിയാന്നുമായത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവർ വിജയിപ്പിച്ചെടുത്തു എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ നല്ല തെളിവുണ്ട്. ആ വിജയിപ്പിച്ചത് എങ്ങനെ എന്നതിൻ്റെ പൂർത്തീകരണം ഇനി നെക്സ്റ്റ് പോർഷനാണ്, അടുത്ത ഘട്ടമാണ്. അപ്പോൾ ഇവരിൽ നമുക്ക്, പബ്ലിക്കിന്, പൊതുസമൂഹത്തിന് ആത്മവിശ്വാസമുണ്ട് ഈ ഭരണ സംവിധാനത്തിൽ. ആ ഭരണ സംവിധാനം തുടക്കത്തിൽ കാണിച്ച ഇച്ഛാശക്തിയും ആത്മാർത്ഥതയും തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലേക്കും കാണിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവരിൽ നിന്ന് എന്താണൊരു ഭരണ നൈപുണ്യമെന്ന് കേരളത്തെ പല കുറി കാണിച്ചു തന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണ സംവിധാനവും കേരളത്തിലുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്കുണ്ട്. അത് തന്നെയാണ് ഘടകം. ഏതായാലും മന്ത്രി പി രാജീവ് ഇന്നലെ വേദിയിൽ പറഞ്ഞതനുസരിച്ച് ഇന്നലെ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇത് ഓരോ പദ്ധതിയും സമയബന്ധിതമായി പൂർത്തിയാക്കി അത് യാഥാർത്ഥ്യമായി നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കുന്ന, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക്, കൂടുതൽ മെച്ചപ്പെടുത്തുന്ന സംവിധാനത്തിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സാലി, ഈ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഉച്ചകോടി അതിൻ്റെ പിന്തുണ കൊണ്ടും ശ്രദ്ധേയമാകുന്നുണ്ട്. കാരണം ഈ അടുത്ത കാലത്തൊന്നും സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയും പിന്തുണയ്ക്കാത്ത പ്രതിപക്ഷം വ്യവസായ മുന്നേറ്റത്തിനായി, രാഷ്ട്രീയം മറന്ന് ജനങ്ങളുടെ ഉന്നമനത്തിനായി കൈകോർക്കാമെന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു സാഹചര്യം നമ്മളവിടെ കണ്ടു. വന്ന കേന്ദ്രമന്ത്രിമാരെല്ലാവരും ഈ ഉച്ചകോടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പദ്ധതി, ഈ ഉച്ചകോടി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഐക്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണത്. ഒരുമയോടെ നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. അത് വ്യവസായ ലോകത്തിന്, നിക്ഷേപക ലോകത്തിന്, ഭരണപക്ഷവും പ്രതിപക്ഷവും കേന്ദ്ര ഭരണകക്ഷിയായ BJPയും ചേർന്ന് കൈകോർത്തു പിടിച്ചു നിന്നാണ് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പം. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വൈതരണികൾ നിങ്ങൾക്കുണ്ടാവില്ല. തൊഴിലാളികൾ ഏറ്റവും സൗഹാർദ്ദപരമായി നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ അതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഉച്ചകോടി വേദിയിൽ, ഉദ്ഘാടന വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സമാപന വേദിയിൽ ഉപനേതാവും മുൻ വ്യവസായ മന്ത്രി കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി, കേന്ദ്രമന്ത്രിമാർ, ഉദ്ഘാടന വേദിയിലും സമാപന വേദിയിലും ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാർ, വിവിധ കക്ഷി നേതാക്കൾ, കേരളത്തിൽ നിന്ന് തന്നെ വിജയം കൊയ്ത വലിയ നിക്ഷേപകർ, അവരെല്ലാവരും ചേർന്ന് ആഗോള നിക്ഷേപകരോട് പറഞ്ഞത്, നൽകിയ സന്ദേശം ഇത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് തീർത്തും പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയാനും കഴിയില്ല. നമ്മൾ അത്ര നിഷ്കളങ്കമാകാൻ പാടില്ല എന്നൊരു അഭിപ്രായം പൊതുവിലുണ്ട്. കാരണം ഈ ഉച്ചകോടിക്ക് പ്ലാൻ ചെയ്ത ഘട്ടം മുതൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇവിടെ വിതരണം ചെയ്തിരുന്നു എന്നത് നമ്മൾ ഈ വിജയത്തിൻ്റെ ഘട്ടത്തിൽ മറന്നു പോകരുത് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം അതിനൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റി ഈ ഉച്ചകോടിയിലൂടെ എന്നുള്ളത് തന്നെയാണ്. അത് മന്ത്രി രാജീവ് സമ്മതിക്കുന്നുണ്ടല്ലോ. കാരണം നല്ല വാർത്തകളൊക്കെ ചില മാധ്യമങ്ങൾ, ഈ ഉച്ചകോടിയെ സംബന്ധിച്ച നല്ല വാർത്തകളൊക്കെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്നത് വലിയ നേട്ടമായി തന്നെ മന്ത്രി കാണുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു പിന്തുണ കൂടെ അത്യാവശ്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്, ജനങ്ങൾക്കുള്ള പദ്ധതിയാണ്. തീർച്ചയായും. അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞത്, തുടക്കത്തിൽ ഇതായിരുന്നില്ല ഈ പലരുടെയും സമീപനം. നമ്മളിതിനെ ദോഷൈകതർക്കായി കണ്ടതല്ല. പക്ഷേ പലരുടെയും സമീപനം തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും ഇതിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൻ്റെ വസ്തുത പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന കാര്യം. പക്ഷേ ആറ്റിറ്റ്യൂഡിനെ മാറ്റിയെടുത്തതിൽ 2-3 ഘടകങ്ങളുണ്ട്. അവർക്കിടയിൽ നിന്ന് തന്നെയുള്ള ലോകമറിയുന്ന ശശി തരൂർ എന്ന MP എടുത്ത നിലപാട്, അതിനൊപ്പം അവർക്ക് താരതമ്യം ചെയ്ത് താതാത്മ്യം പ്രാപിച്ച് പോകേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു എന്നൊക്കെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ശശി തരൂർ എടുത്തൊരു നിലപാട് ഇതിൽ കൃത്യമായിരുന്നു. അത് 2 തരത്തിൽ എന്നെ സഹായിച്ചു. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് യൂത്തിനോട് ശശി തരൂർ നേരിട്ട് പറയുമ്പോൾ അതിന് വേറൊരു ഇമ്പാക്റ്റ് ഉണ്ട്. സാധാരണ ഒരു പൊളിറ്റീഷ്യൻ അപ്പുറം ഒരു വിശ്വപൗരൻ എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന യൂത്തുണ്ട്. അപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് വളരെ നിർണായകമായി ഇതിൽ ഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല.
മറ്റൊന്ന് അതിനെ തുടർന്ന് മാധ്യമങ്ങൾക്ക് ഇത് നിരന്തരം ചർച്ച ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതിനൊക്കെ ഒപ്പം ആണ് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്കമാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ തുടക്കത്തിൽ എന്ത് നിലപാടെടുത്താലും ഈ ഉച്ചകോടി വേദിയിലെത്തിയതിന് ശേഷവും തുടർന്ന് ഇതുവരെയും വളരെ പോസിറ്റീവായി തന്നെയാണ് പ്രതിപക്ഷവും കേന്ദ്ര ഭരണകക്ഷിയായ BJPയും ഇതിനോട് സമീപനം സ്വീകരിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അത് നമ്മുടെ നേതാക്കന്മാർ അവരെല്ലാവരും ഏത് മുന്നണിയുടേതാണെങ്കിലും നമ്മുടെ നേതാക്കന്മാർ ഒന്നിച്ചൊരു വേദിയിൽ കൈകോർത്ത് നിന്ന് ലോക നിക്ഷേപകരോട് ആഗോള നിക്ഷേപകരോട് ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. ആത്മവിശ്വാസത്തിൻ്റെ ഫീല് തന്നെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പം വലിയ പ്രൗഡും വലിയ അത്തരം ഒരു ഫീല് നമുക്കുണ്ട് എന്നുള്ളതിന് കാരണവും അത് തന്നെയാണ്. ഇതാരെങ്കിലും ഒറ്റയ്ക്ക് സംഘടിപ്പിച്ചതല്ല, ആരെ ഒറ്റയ്ക്ക് നടത്തിയതല്ല, ഇതെല്ലാവരും ചേർന്ന് നടത്തിയതാണ് എന്നൊരു ഫീല് നമുക്കിപ്പോൾ ഉണ്ട്. ആ പ്രൗഡിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത് അത് അങ്ങനെയാണ് ഞാൻ തുടക്കത്തിൽ അത് പറയാൻ കാരണം.